വാരണാസിയിലെ ഗ്യാൻവാപി പള്ളി നിലനിൽക്കുന്ന സ്ഥാനത്ത് ക്ഷേത്രമുണ്ടായിരുന്നെന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പുറത്തുവന്നതോടെ പള്ളി ഹിന്ദുക്കൾക്ക് വിട്ടു നൽകണമെന്ന ആവശ്യവുമായി വിശ്വ ഹിന്ദു പരിഷത്ത് രംഗത്ത്. ക്ഷേത്രം തകർത്താണ് പള്ളി പണിതതെന്ന് പുരാവസ്തു വകുപ്പ് സ്ഥിരീകരിച്ചെന്നും മുസ്ലിങ്ങൾ പള്ളി ക്ഷേത്രത്തിനായി ഹിന്ദു സമൂഹത്തിന് കൈമാറണമെന്നും VHP അന്താരാഷ്ട്ര വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞു. മനോഹരമായ ക്ഷേത്രം തകർത്തതിന് ശേഷമാണ് പള്ളി നിർമ്മിച്ചതെന്ന് ASI പുറത്തുവിട്ട തെളിവുകളിൽ നിന്ന് വ്യക്തമാണ്. ഗ്യാൻവാപി മസ്ജിദ് മാന്യമായി മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റാനും കാശി വിശ്വനാഥന്റെ യഥാർത്ഥ സ്ഥലം ഹിന്ദു സൊസൈറ്റിക്ക് കൈമാറാനും അലോക് കുമാർ ഇൻഡസാമിയ മസ്ജിദ് കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടു. ഭാരതത്തിലെ രണ്ട് പ്രമുഖ സമൂഹങ്ങൾക്കിടയിൽ സൗഹൃദപരമായ ബന്ധം സ്ഥാപിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പായിരിക്കും ഇതെന്നാണ് അലോക് കുമാർ അവകാശപ്പെടുന്നത്. ഗ്യാൻവാപി കേസ് പരിഗണിക്കുന്ന ജില്ലാ ജഡ്ജിക്ക് ASI റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ടെന്നും ശേഖരിച്ച തെളിവുകൾ ക്ഷേത്രം പൊളിച്ചാണ് പള്ളി പണിതതെന്ന് വ്യക്തമാക്കുന്നതായും അലോക് കുമാർ അവകാശപ്പെട്ടു. പള്ളിയുടെ പടിഞ്ഞാറൻ മതിൽ ഹിന്ദു ക്ഷേത്രത്തിന്റെ അവശേഷിക്കുന്ന ഭാഗമാണെന്നും തൂണുകളും പെലസ്റ്ററുകളും ഉൾപ്പെടെ ക്ഷേത്രത്തിന്റെ ഭാഗങ്ങൾ പരിഷ്കരിച്ചതാണെന്നും റിപ്പോർട്ട് തെളിയിക്കുന്നു. ലിഖിതങ്ങളിൽ നിന്ന് ജനാർദ്ദന, രുദ്ര, ഉമേശ്വര എന്നീ പേരുകൾ കണ്ടെത്തിയത് ഇതൊരു ക്ഷേത്രമാണെന്നതിന് തെളിവാണ്. വസുഗാനയ്ക്ക് ശിവലിംഗത്തിന്റെ ആകൃതിയാണുള്ളതെന്ന് അത് പള്ളിയല്ലെന്ന് തെളിയിക്കുന്നുവെന്നും ASI റിപ്പോർട്ടിലെ കണ്ടെത്തലുകളെ ഉദ്ധരിച്ചുകൊണ്ട് അലോക് കുമാർ അവകാശപ്പെട്ടു. ASIയുടെ കണ്ടെത്തലുകളും നിരീക്ഷണങ്ങളും 1947 ഓഗസ്റ്റ് 15-നും ഇപ്പോഴും അതൊരു ക്ഷേത്രമാണെന്ന് തെളിയിക്കുന്നതാണെന്നും അലോക് കുമാർ പറയുന്നു. 1991-ലെ ആരാധനാലയ നിയമത്തിലെ സെക്ഷൻ 4 പ്രകാരം കെട്ടിടം ഹിന്ദു ക്ഷേത്രമായി പ്രഖ്യാപിക്കണമെന്നും അലോക് കുമാർ അവകാശപ്പെട്ടു. ഗ്യാൻവാപിയിൽ കടുത്ത നിലപാടിലേക്കില്ലെന്ന വിശ്വ ഹിന്ദു പരിഷത്തിന്റെ സമീപനം തിരുത്തുന്നതാണ് പ്രസിഡന്റിന്റെ പുതിയ നീക്കം. അതേസമയം പള്ളിയിലെ ഒരു മുറിക്കുള്ളിൽ നിന്ന് കണ്ടെത്തിയ അറബിക് പേർഷ്യൻ ലിഖിതത്തിൽ മസ്ജിദ് ഔറംഗസീബിന്റെ ഭരണകാലത്താണ് നിർമ്മിക്കപ്പെട്ടതെന്ന് പരാമർശിക്കുന്നുണ്ട്. 17-ാം നൂറ്റാണ്ടിൽ ഈ ക്ഷേത്രം പൊളിക്കുകയായിരുന്നു. ഒരു ഭാഗം പൊളിച്ച് പരിഷ്കരിച്ച് നിലവിലുള്ള ഘടനയിലേക്ക് മാറ്റുകയായിരുന്നുവെന്നും സർവേ റിപ്പോർട്ടിൽ പറയുന്നു. 55 ശിലാശില്പങ്ങളാണ് ആർക്കിയോളജിക്കൽ സർവേയിൽ ഗ്യാൻവാപിയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ 15 ശിവലിംഗങ്ങൾ, 3 വിഷ്ണു ശില്പം, 3 ഗണേശ ശില്പം, 2 നന്ദി ശില്പം, 2 കൃഷ്ണശില്പം, 5 ഹനുമാൻ ശില്പം എന്നിവ ഉൾപ്പെടുന്നതായി ആർക്കിയോളജിക്കൽ സർവേ റിപ്പോർട്ട് ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങൾ പറയുന്നു. ആകെ 259 ശിലാവസ്തുക്കളാണ് ASI കണ്ടെത്തിയിട്ടുള്ളത്. 55 ശിലാശില്പങ്ങൾക്ക് പുറമെ 21 ഗാർഹിക വസ്തുക്കൾ, ആലേഖനമുള്ള 5 സ്ലാബുകൾ, കളിമണ്ണുകൊണ്ട് നിർമ്മിച്ച 27 വസ്തുക്കളും 23 രൂപങ്ങളും ഇതിൽ ഉൾപ്പെടുന്നു. ക്ഷേത്രത്തിലെ തൂണുകൾ അടക്കം പൊളിച്ചു, പുതിയവ കൂട്ടിച്ചേർത്തു. പള്ളിയുടെ മുൻവശത്ത് നമസ്കാരത്തിനായി വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി. ഹൈന്ദവ ദേവന്മാരെ ചിത്രീകരിക്കുന്ന ശില്പങ്ങളും മണ്ണിനടിയിൽ നിന്ന് കണ്ടെത്തുന്ന വാസ്തുവിദ്യാ ഘടകങ്ങളും കണ്ടെത്തിയതായും റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ക്ഷേത്രങ്ങളിലെ കല്ലുകളിൽ ദേവനാഗരി, ഗ്രന്ഥ, തെലുങ്ക്, കന്നഡ ലിപികളിലുള്ള ലിഖിതങ്ങളും കണ്ടെത്തിയതായി സർവേ റിപ്പോർട്ട് പരാമർശിക്കുന്നു. 93 നാണയങ്ങളും 113 ലോഹവസ്തുക്കളും ASI കണ്ടെത്തിയിട്ടുണ്ട്. സർവേയിൽ കണ്ടെത്തിയ വസ്തുക്കളെല്ലാം വാരണാസി ജില്ലാ ഭരണകൂടത്തിന് കൈമാറിയിട്ടുണ്ട്. കണ്ടെത്തിയ കൃഷ്ണശില്പത്തിലൊന്ന് മണൽക്കല്ലിൽ നിർമ്മിച്ച മധ്യകാലത്തുള്ളതാണെന്നാണ് നിഗമനം. 15 സെന്റിമീറ്റർ ഉയരവും 8 സെന്റിമീറ്റർ വീതിയും 5 സെന്റിമീറ്റർ കനവുമാണ് ശില്പത്തിനുള്ളത്. മാർബിളിൽ നിർമ്മിച്ച ഹനുമാന്റെ ശില്പമാണ് മറ്റൊന്ന്. ആധുനിക യുഗത്തിൽ നിർമ്മിച്ചതാണെന്നാണ് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പ്. മസ്ജിദിന്റെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തു നിന്നാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത്. ശിവലിംഗവും ആധുനിക യുഗത്തിൽ നിർമ്മിച്ചതാണെന്നാണ് നിഗമനം. പടിഞ്ഞാറ് ഭാഗത്തു നിന്നുള്ള അറയിൽ നിന്നാണ് ശിവലിംഗം ASI കണ്ടെത്തിയത്. ഇത്തരത്തിൽ വിഷ്ണു, ഗണപതി ശില്പങ്ങളുടെ വിവരങ്ങളും റിപ്പോർട്ടിൽ ASI രേഖപ്പെടുത്തിയിട്ടുണ്ട്. വാർത്തകൾ വേഗത്തിലറിയാൻ ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.